ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ലൊരു വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഒരു സിമ്പിൾ ഡേ, കുറച്ച് ക്ലീനിങ്ങും കുക്കിംഗ് ഒക്കെ കൂടി ആയിട്ടുള്ളൊരു ദിവസം കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞ പോലെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ ആകെ ഒരു തിരക്ക് വന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആകെ പോയി കിടക്കുമായിരുന്നു. എന്നാലും വീണ്ടും നമുക്ക് ആ എനർജിയൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കേണ്ടത്. അപ്പൊ ഇന്ന് മൺഡേ ആണ്. മൺഡേ എന്ന് പറഞ്ഞാൽ പൊതുവേ സാറ്റർഡേ സൺഡേ കഴിഞ്ഞ് മടി പിടിച്ചൊരു ദിവസമാണ്. അപ്പൊ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് നല്ലൊരു എനർജി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു എനർജറ്റിക് ഡേ ആവട്ടെ നിങ്ങൾക്കും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ പതിവ് പോലെ തന്നെ അല്പം സമയം എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ എനിക്കിഷ്ടമാണ്. ഞാൻ എൻ്റെ വീഡിയോസിൽ പലപ്പോഴായും പറയാറുണ്ട്. ഞാനപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പറയാത്തതിൻ്റെ കാര്യം നിങ്ങൾക്കതൊരു മടുപ്പ് ഫീൽ ചെയ്യുമെന്ന് തോന്നണതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും അത് ഉൾപ്പെടുത്താത്തത്. പക്ഷെ പലരും പറയുന്നത് രാവിലത്തെ ആ കുറച്ച് സമയം ചേച്ചി സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ 6:30 എപ്പോഴൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ രാവിലെ ആ ദിവസം. അപ്പോൾ എഴുന്നേറ്റ് ഒരു 15 മിനിറ്റോളം പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് എനിക്കൊരു ജേണൽ ഉണ്ടല്ലോ, ഒരു ബുക്ക്. ആ ബുക്കിൽ ഞാൻ കഴിഞ്ഞ മാസത്തെ ഒക്ടോബർ മാസത്തെ ജേണൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന്, ഒക്ടോബർ മാസത്തെ ഈ മാസത്തെ ജേണൽ കഴിഞ്ഞ മാസം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ സെപ്റ്റംബർ മാസത്തെ ജേണൽ അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ജേണലുള്ളത് എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി. പ്രത്യേകിച്ച് തിരക്കുള്ള മാസങ്ങളിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മ വയ്ക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ജേണലൊക്കെ എഴുതി കഴിഞ്ഞ ശേഷം ഈസയും റോസും എഴുന്നേറ്റ് ഒരു അരമണിക്കൂറോളം ടൈം എടുത്തു. അപ്പോൾ 7 മണി ആവാറായപ്പോഴേക്കും അവർ രണ്ടാളും എഴുന്നേറ്റ് ഇത് ചായ കുടിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ചായ കഴിക്കുമ്പോൾ ഇങ്ങനെ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുക, അല്ലെങ്കിൽ റസ്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ കഴിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയണം. അപ്പോൾ എന്തായാലും ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നല്ലൊരു എനർജിയാണ് കിട്ടുന്നത്. എനിക്കൊരു ഗ്ലാസ് ചായ എന്തായാലും വേണം. അപ്പോൾ ചായ കുടിച്ച് കഴിയുമ്പോൾ എന്താ പറയുക, ഒരു നല്ല ഫ്രഷ് ഫീലിംഗ് ആണ്. അത്ര നല്ലതൊന്നല്ല, എന്നാലും ഒരു ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ എന്തായാലും ഇനി അത് കഴിഞ്ഞാൽ റൂമിലെ ജനാലയൊക്കെ തുറന്ന് വെച്ച് ആദ്യം തന്നെ എൻ്റെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് തലോണയൊക്കെ ഒന്ന് ശരിക്കും വെച്ച്, അതുപോലെ തന്നെ നമ്മുടെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് കഴിയുമ്പോൾ റൂമിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നല്ലൊരു വൃത്തിയായൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഞാനങ്ങനെ പറയുന്നത് നിങ്ങളോട് എപ്പോഴും അടിച്ച് വാരി തുടച്ച് ഫുള്ള് പെർഫെക്റ്റ് ആക്കി വെക്കണമെന്നല്ല, പക്ഷെ ഒന്ന് ഒതുങ്ങിയിരിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇത്ര ദിവസമായിട്ട് എൻ്റെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക വൃത്തിയായിട്ടൊന്നും അല്ല ഇരുന്നിരുന്നത്, ആകെ കുളമായിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കും ചില ദിവസങ്ങളിലൊന്നും ജോലികൾ ചെയ്യാൻ പറ്റാതാവും. തിരക്കൊക്കെ വരുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഓർഡറൊക്കെ പോയി ആകെ ഇതാവും. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ആദ്യം പോതെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ തന്നെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുള്ളത്. വേറെ ആരും എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഓക്കെ എനർജി വരട്ടെ, പഴയ പോലെ തന്നെ കാര്യങ്ങളൊക്കെ വേഗം വേഗം സ്പീഡായിട്ട് ചെയ്യാൻ പറ്റട്ടെ, ഞാൻ വേഗം തന്നെ അങ്ങനെ ആഗ്രഹിക്കാറുണ്ടെന്ന് പറയാം. അപ്പോൾ അതാണ് എനിക്ക് ഞാൻ നൽകുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇന്ന് ഒന്ന് അടിച്ച് വാരിയിട്ടൊന്ന് തുടച്ചിടാമെന്ന് വിചാരിക്കുകയാണ്. ആകൊന്ന് ക്വിക്കായിട്ടുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല. എനിക്ക് ടൈം കിട്ടുന്ന ദിവസങ്ങളാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. എല്ലാ ദിവസങ്ങളും ഞാനിങ്ങനെ ഡെയിലി ഒതുക്കി പോവും എന്നല്ലാതെ എനിക്ക് ഭയങ്കര ഡീപ്പ് ക്ലീനിങ് അങ്ങനെ ചെയ്യാൻ പോയാൽ ഒന്നാമത് അങ്ങനെ ചെയ്യാൻ നിൽക്കുന്ന ദിവസം ആകെ ടയേർഡാവും. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് കുറച്ചധികം സമയമായിട്ട് അതിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വയ്ക്കണം. അപ്പോൾ അത് വല്ല സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് പറ്റുള്ളൂ അല്ലേ. കാരണം ഇപ്പോൾ ഇസയ്ക്കും റോസിനൊക്കെ ക്ലാസ് ഉണ്ട്. നമ്മുടെ വീട്ടിലായാലും മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് വന്നതോടുകൂടി നല്ലൊരു ടൈം അതിന് വേണ്ടിയും കൂടി മാറ്റി വെക്കണം. അപ്പോൾ വേഗം ഇപ്പം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ജോലികൾ വേഗം ചെയ്ത് തീർക്കുക, അത് കഴിഞ്ഞ് അവരെ പഠിപ്പിക്കുക, ഫുഡും വെക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടി ആകുമ്പോൾ നടക്കില്ല. അപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ബെഡ്റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ലിവിങ് റൂമിലുള്ള സോഫയൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ട്. ആ ബ്രഷ് വെച്ച് ഞാൻ തട്ടി കളയും. കാരണം മക്കൾ ഫുഡൊക്കെ കഴിക്കാൻ അതും ഇതൊക്കെ കൊണ്ടുവന്ന് അവിടെ വന്നിരിക്കുമ്പോൾ അതും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞ ശേഷം ഞാൻ അവിടെയും കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അവരുടെ ടോയ്സും അതും ഇതൊക്കെ അവരവിടെ കൊണ്ടിട്ടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാനതൊക്കെ എടുത്ത് മാറ്റി വെപ്പിക്കും. കാരണം രാവിലെ ആരെങ്കിലും എഴുന്നേറ്റ് വരുമ്പോൾ അത് ചവിട്ടി കൂട്ടി എന്തെങ്കിലും ഇതാവണ്ട വെച്ചിട്ട്. കാരണം
മക്കളുടെ ടോയ്സ് ഇങ്ങനെ വഴിനീളം അതും ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് അവർ വെച്ചിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ വീട്ടിൽ തന്നെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ എത്ര നാളായില്ലേ അവർക്ക് വെക്കേഷൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ അവർക്ക് ശീലമായി വീട്ടിലെ ആ ഒരു റുട്ടീനിനോട്. തുടക്കത്തിലൊക്കെ ഭയങ്കര കുറുമ്പൊക്കെ ആയിരുന്നു, പറഞ്ഞ പോലെ തന്നെ കളിക്കലും ബഹളവും. പക്ഷെ ഇപ്പോൾ ഓൾറെഡി ഒന്നൊരു അതിലോടൊരു സൂട്ടായി അവർ. ഇങ്ങനെ പഠിക്കാനും അതുപോലെ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ കുറേ കൂടി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പഠിച്ചു. ഞാനെന്താ വീട്ടിൽ കുറേ കൂടി ചെയ്യണേന്ന് അവർക്ക് കാണാനായിട്ട് പറ്റി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ഏരിയാസൊക്കെ ഒന്ന് അടിച്ച് വാരിയെടുക്കുകയാണ്. അപ്പോൾ റോസൂനും മിസ്സയ്ക്കും എന്തോ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തോ ചെയ്യുന്നുണ്ട് അവിടെ. കളിക്കുകയാണോ എഴുതാണോ പഠിക്കുകയാണോ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുന്നുണ്ടാവും. പഠിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുകയാണോ എന്നും അറിയില്ല കേട്ടോ എന്തായാലും. അപ്പോൾ ഞാൻ എന്തായാലും ഫുൾ അടിച്ച് വാരി അവിടെ നിന്നൊക്കെ എടുക്കുകയാണ്. ആകെ സാധനങ്ങളൊക്കെ അതും ഇതൊക്കെ വലിച്ച് വാരിയൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അടിച്ച് വാരിയിട്ട് പണി അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും അല്ലെങ്കിൽ അടിച്ച് വാരിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിച്ച് വാരി കിടക്കണാണ്ട് അത് ഒതുക്കാനായിട്ട് കുറേ സമയം വെറുതെ അവിടെ വേസ്റ്റാക്കും. എന്നിട്ട് ഞാൻ വിചാരിച്ച കാര്യം ചെയ്തും തീർക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും നോക്കാൻ പോകണം. അപ്പോൾ കിഡ്സ് റൂമിലൊക്കെ കുറേ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. ഞാൻ വെച്ചാൽ അവരൊക്കെ ഒതുക്കട്ടെ, ഞാൻ എന്തായാലും അടിച്ച് വാരി തുടച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ ഏതായാലും ആ ഒരു കാര്യങ്ങളും അപ്പച്ചരം വെച്ചൊരു റൂമും കൂടി ഞാൻ ക്ലീൻ ചെയ്തൊന്ന് എടുത്ത് കഴിഞ്ഞ് ആ ഒരു പണി കഴിഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇസയ്ക്കും റോസിനൊക്കെ എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കും. ഞാൻ അങ്ങനെ ജോലികൾ ചെയ്യുമ്പോൾ എപ്പോഴും അവരെ വിളിച്ചുകൊണ്ടിരിക്കും ഇത് ചെയ്യുക അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേ ഈസാനെ വിളിച്ചിട്ട് ഞാൻ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞു. കാരണം പഠിക്കുക എന്ന പേരിൽ അവിടെ വെറുതെ ഇരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിലും ഭേദം എന്തെങ്കിലും എന്നെ സഹായിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചോട്ട് വന്നു. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ടീപ്പോയൊക്കെ ഒന്ന് തുടച്ചിടാണ് കേട്ടോ. അപ്പോൾ ഈ ടീപ്പോയുമായിരുന്നു ഞങ്ങൾ നേരത്തെ പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയ പോലെ ക്രിയേറ്റ് ചെയ്തിരുന്ന പൂക്കളൊക്കെ വെച്ചിട്ട്. പക്ഷെ നമ്മളത് മാറ്റി വേറൊരു ടേബിളിലേക്ക് വെച്ചു. അപ്പോൾ ഈ ടീപ്പോയി നമ്മളിത് ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റിൽ റൂമുകളെല്ലാം തന്നെ ഒന്ന് വേഗം തന്നെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോപ്പ് കുറേ പേര് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് നല്ലതാണെന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ ഈ ഒരു ബ്ലൂ കളർ മോപ്പ് വാങ്ങിയിട്ട് 5 വർഷത്തോളമായി. നല്ലതാണ്. പക്ഷേ ഇതുപോലെ തന്നെ ഞാൻ വേറൊരെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് കേടായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എല്ലാം നല്ലതല്ല. ഇതുപോലത്തെ ഏത് ബ്രാൻഡാണ് വാങ്ങണമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. കാരണം പല മോഡൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് ആമസോണിലൊക്കെ നോക്കിയാൽ നല്ല റിവ്യൂസ് ഉള്ളതൊക്കെ കാണാനുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഏതെങ്കിലും നല്ലത് സെലക്ട് ചെയ്തപ്പോൾ അത്ര ബ്രാൻഡഡ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ എന്തായാലും പക്ഷേ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. കുറച്ചൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് അതിനിപ്പോഴും, എന്നാലും അത് വെച്ചെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഡെയിലി തുടയ്ക്കാനോ അല്ലെങ്കിൽ 1-2 വെച്ചൊക്കെ തുടയ്ക്കുമ്പോൾ നല്ലൊരു ഈസി ആയിട്ട് തോന്നി ഇത് വെച്ച് ചെയ്യുമ്പോൾ. ചിലവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ചിലർക്ക് മോപ്പ് ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അത് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ ലിവിങ് റൂം എല്ലാം ഏരിയാസും ഒക്കെ ഒന്ന് തുടച്ചിടാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞോടുകൂടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ വീടൊക്കെ ഒതുങ്ങി കഴിയുമ്പോൾ നല്ലൊരു വീണ്ടും കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യാനുള്ളൊരു ഫീലിംഗാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനെപ്പോഴും ഇങ്ങനെ ഭയങ്കര മടി അല്ലെങ്കിൽ റുട്ടീനൊക്കെ ആകെ കൊളായി കിടക്കുക, വീടൊക്കെ ആകെ വലിച്ചു വാരി കിടക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതാണ് ഒന്ന് അടിച്ച് വാരി തുടച്ചിടും. ആകെ കാണുന്ന ഏരിയാസൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് വയ്ക്കും. അതുപോലെ തന്നെ ഷെൽഫുകളുടെ ഉള്ളിലൊക്കെ ആകെ ഈ പറഞ്ഞ പോലെ ഓർഗനൈസിങ് ഒക്കെ കൊളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ചാലഞ്ച് ചെയ്തിരുന്നല്ലോ, ക്ലീനിങ് ചാലഞ്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒതുക്കിയൊക്കെ വെക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ കുട്ടികൾ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഷെൽഫ് തുറക്കും എടുക്കും ഒക്കെ കൂടായിട്ട് ശരിക്കും പറഞ്ഞാൽ ഓർഗനൈസിങ് ഒക്കെ ആകെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണത്തെ പോലെയല്ല, പിന്നെ ഫുൾ ടൈം വീട്ടിലും. അപ്പോൾ പിന്നെ പറയാനും ഇല്ലല്ലോ. അപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും അതൊക്കെ എനിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ ടൈം കിട്ടാറുണ്ട്, ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ. പക്ഷെ ഇപ്പോൾ എനിക്കത് എന്തോ ഒന്നാമത് ചെയ്യാനും ഇൻട്രസ്റ്റ് അങ്ങോട്ട് തോന്നുന്നില്ല, രണ്ടാമത് ചില സമയത്തൊക്കെ ടൈമും കിട്ടണില്ല. അപ്പോൾ അതൊക്കെ ആകെ ഇതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഷെൽഫിനി ഒതുക്കേണ്ട ടൈമായി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞാൻ ഹോളും എല്ലാം തുടച്ച് ഫുൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലും ഒരു റോസിൻ്റെ സ്മെല്ലുള്ളൊരു ലൈസോളുടെ റോസ് കളർ സ്മെല്ലുള്ള ആ ഒരു ഇതാണ് ഞാൻ ലിക്വിഡായി യൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ ഇസയും റോസും ഉണ്ടാക്കിയ ഒരു പ്രിൻസസ് പെപ്പ ഫെയറി ടെയിൽ ബുക്കാണിത് കേട്ടോ. അവരുണ്ടാക്കിയൊരു സ്റ്റോറി ബുക്കാണ്, രണ്ടാളും കൂടി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു പഴയ നോട്ട് ബുക്ക് എടുത്തിട്ട് അതും ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇത് കണ്ട് പിക്ചറൊക്കെ വരച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ബുക്കിൻ്റെ ഉള്ളിൽ ഓരോ പേജസിലും ഓരോ കഥകൾ പോലെയാണെങ്കിൽ ഒരു ഡോൾ ഹൗസ് പോലെ എന്ന് പറയാം, പേപ്പർ ഡോൾ ഹൗസ് എന്ന് പറയാം. വളരെ സിമ്പിളായിട്ടുള്ള നോട്ട് ബുക്ക് ഡോൾ ഹൗസ്. ഓരോ ക്യാരക്ടേഴ്സിനെയും അവൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കനം കുറഞ്ഞ കാർഡ്ബോർഡിൽ പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ട് അത് ഓരോരുത്തരെയും വരച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പെപ്പ പിഗ് എന്ന് പറയുന്നത് നിക് ജൂനിയർ എന്ന് പറഞ്ഞ ചാനലിലുള്ളൊരു കാർട്ടൂണാണ്. കൊച്ചുകുട്ടികളൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഞാനിങ്ങനെ കണ്ട് ഇപ്പോൾ ഒക്കെ പഠിച്ചു എല്ലാവരെയും പേരൊക്കെ കേട്ടോ.
അപ്പോൾ ഇതാണ് പെപ്പ പിഗ്, ഇതാണ് അതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, നടി എന്ന് പറയാം. അതുപോലെ തന്നെ ദേ പെപ്പ പിഗിൻ്റെ വീടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെ വെച്ചിങ്ങനെ കുട്ടികൾക്ക് കളിപ്പിക്കാം, ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഭയങ്കര ഈസിയാണിത്, നമുക്ക് മീൻസ് ചിന്തിക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ഐഡിയ ആണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ, കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ചും കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, നല്ല രസമാണ് ഇതിൽ കളിക്കാൻ. അവൾ ഓരോ പേജസിലും പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഇത് ഫാഷൻ ഷോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാഷൻ ഷോയ്ക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സുകൾ അവൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എയർപോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതേ അവിടെ ഒരു പ്ലെയിനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ കുഞ്ഞു കുഞ്ഞായിലെ ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട് നമുക്ക് കളിപ്പിക്കാം, ശരിക്കും ഒരു ഡോളിനെ വെച്ച് കളിപ്പിക്കുന്ന പോലെ. എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു അവളതിൽ. പിന്നെ ദേ റോഡും കാർ പാർക്കിങ്ങും അങ്ങനെയൊക്കെ കുറേ സംഗതികൾ അവൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ ക്ലാസ് റൂം, ഇതൊക്കെ അവൾക്ക് ചെയ്ത് തീർക്കാനുള്ള പേജസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ച് രണ്ടാളും കൂടി ഭയങ്കര കഥ പറയലും അതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇനിയും അവൾക്ക് പേജസ് ഇതിൽ ബുക്കിൽ ഉണ്ടാക്കാനായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്കിത് നല്ലൊരു ടോയ് ആയിട്ട് തോന്നി, പ്രത്യേകിച്ചും കാരണം നല്ലൊരു ക്രിയേറ്റിവിറ്റി അവർക്ക് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കഥകൾ പറയാനുള്ളൊരു കഴിവും അവർക്ക് കിട്ടും. ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റോറീസൊക്കെ പറയുമ്പോൾ അപ്പോൾ അവരത് ഉപയോഗിച്ച് കളിക്കാനാണ് എനിക്ക് നല്ലൊരു ഇതായി തോന്നി. കാരണം വെച്ചാൽ നമ്മൾ ആ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴാണ് അവർക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അവരത് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത്. അപ്പം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൊച്ചു കൂട്ടുകാരും തീർച്ചയായിട്ടും ഇങ്ങനൊരു ബുക്ക് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ മേക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാക്കലൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവളിരുന്നൊരു ദിവസം ഞാൻ ഉറങ്ങണ നേരത്താണ് ഇത് മുഴുവൻ ഇരുന്ന് ചെയ്ത് ഉണ്ടാക്കിയിട്ടത്. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞങ്ങളോട് വഴിയെ അതിൻ്റെ ടിപ്സൊക്കെ ചോദിക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ ക്ലീനിങ് വീടിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏതാണ്ടൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ജോലികളൊക്കെ ചെയ്യാൻ കുറേയും കൂടി നല്ലൊരു എനർജി കിട്ടും അല്ലേ, വീടൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഒതുക്കിയിട്ട് ശേഷം എന്തായാലും സമയം 8 മണി കഴിയുമ്പോഴാണ് ഞങ്ങൾ സാധാരണ TV-യിൽ കുർബാന കാണാറ്. അപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ മതി നമുക്ക് വീട് ഫുള്ള്, റൂമുകളും ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ഫ്ലോറല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ ക്ലീനിങ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസൈഡും റോസുടെ റൂമും മേക്ക് ഓവറൊക്കെയാണ് കുറേ പേര് ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ. പക്ഷെ അത് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അവരത് അവിടെ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും റൂമിൽ അവർ കളിക്കലും അങ്ങനെയൊക്കെയാണ്. അവരുടെ ഷീറ്റ് ഇരിക്കുന്ന കണ്ടില്ലേ, ആകെ വലിച്ച് താഴ്ത്തിക്കിട്ട് വെച്ചിരിക്കുക ഷീറ്റ്, ബെഡ്ഷീറ്റ് കറക്റ്റായിട്ട് അത് വെച്ച് കൊടുത്തതാണ്. പക്ഷേ അവർ കളിക്കലൊക്കെ ആയിട്ട് അങ്ങനെയായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ TV-യിൽ കുർബാന കണ്ട ശേഷം ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം മഴ പെയ്തിരുന്നു കുറച്ച് നേരം, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വെയിലായി. അങ്ങനെ മഴ ദിവസം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലൈമറ്റുള്ളൊരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ കപ്പപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. കപ്പപ്പുട്ട്, കൊള്ളി എന്നും പറയും ഇവിടെ. കുറേ പേര് കൊള്ളി എന്ന് കേൾക്കുമ്പോൾ ചിരിക്കാറുണ്ട്. കപ്പ ഓക്കെ. അപ്പോൾ ഞാൻ ഈ ചോപ്പർ നമ്മളുണ്ടല്ലോ അത് വെച്ച് ചീവി എടുത്തിട്ടാണ് ഇതുപോലെ ഈ ഒരു രീതിയിലാണ്. ഇതിലേക്ക് അല്പം അരിപ്പൊടി മിക്സ് ചെയ്യുക നമ്മൾ, എന്നാലാണ് അത് നല്ല കറക്റ്റായിട്ട് ജോയിനായി നമുക്ക് നല്ല പുട്ടായിട്ട് കിട്ടുള്ളൂ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് സാധാരണ പുട്ടിനേലും എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. എനിക്ക് പൊതുവേ പുട്ടും പഴവും കൂടി ആ കോമ്പിനേഷൻ വലിയ ഇഷ്ടമുള്ള ആളല്ല. എനിക്ക് കടലക്കറിയും പുട്ടും ഒക്കെ കുഴപ്പമില്ല, എന്നാലും ഭയങ്കര ഇഷ്ടമില്ല. പക്ഷേ ഈ കപ്പപ്പുട്ട് എനിക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റാണ്. കാരണം കറിയൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഒന്നും നമുക്കങ്ങനെ വെറുതെ കഴിക്കാം അങ്ങനെ ഇരുന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി ഫുൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് ആവശ്യമായ തേങ്ങയും കൂടി ഫുൾ ചിരണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിരവ ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു കിച്ചൺ ടിപ്സ് വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. ഇരുന്നിട്ട് ചിരന്ന ഈ ചിരവ ഇത് 1000 രൂപ റേഞ്ചാണ് വില വന്നത്. ഞങ്ങളിത് വാങ്ങിയത് ഇരിഞ്ഞാലക്കുടിയുള്ള MCB സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. പക്ഷേ ഇതിപ്പോൾ കുറേ കടകളിലൊക്കെ കാണുന്നുണ്ട്, ഇതിലും വില കുറഞ്ഞിട്ടും കിട്ടാനുണ്ട്. ഞങ്ങളിത് വാങ്ങിയത് ഇപ്പോഴല്ല, കുറച്ച് നാളായി. അപ്പോൾ പല മോഡലിലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വാങ്ങി നോക്കിക്കോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയായിരിക്കും കിച്ചണിലേക്ക്. നമുക്ക് കുറേയും കൂടി സുഖമായി കാര്യങ്ങൾ, ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വേഗം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സബ്സ്ക്രൈബർ പേര് ഓർമ്മ വരുന്നില്ല കേട്ടോ. കുറേ കമൻറ്റ്സ് കണ്ടതുകൊണ്ട് ജനാലയുടെ അവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്തോളൂ എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ബോർഡറിലൊന്ന് അവിടെ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞ പ്രകാരം നിങ്ങൾ പറയുന്ന കുറേ കമൻറ്റ്സൊക്കെ, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ പറയുന്ന ടോപ്പിക്സ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ പേര് താങ്ക്സ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ചൂട് പുട്ട് റെഡി. അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പൊട്ടും പഴവും കൂടിയാണ്, നല്ല കോമ്പിനേഷനാണ്. പക്ഷെ ഞാനങ്ങനെ കഴിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ വെറുതെ ഇങ്ങനെ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പഴം പിന്നീട് കഴിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടൈം ആയിരിക്കുന്നു. അപ്പോൾ സമയം ഇപ്പോൾ 9:45. ഇപ്പോൾ രണ്ടാളെയും ഇതവർക്ക് കൃത്യ ടൈമിനല്ല, ഇവർക്ക് ഇങ്ങനെ വാട്സപ്പ് വീഡിയോസാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എപ്പോൾ വീഡിയോ കണ്ടാലും പ്രശ്നമില്ല. പക്ഷേ
ഞാൻ അവരെ കൃത്യമായിട്ട് വീഡിയോ ആ സമയത്ത് ക്ലാസ്സിൽ കാണുന്ന പോലെ വീഡിയോ വെക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എനിക്കെൻ്റെ ജോലികൾ ചെയ്ത് തീരില്ല. അപ്പോൾ ക്ലാസ് ആദ്യം കഴിഞ്ഞ് അവരുടെ ഏതാണ്ട് ഹോംവർക്കൊക്കെ ചെയ്ത് തുടങ്ങി. ഏതാണ്ട് റോസ്ബെല്ലിൻ്റെ ഹോംവർക്ക് ഫുൾ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുള്ളൂ. ഇസയുടെ ഹോംവർക്ക് അവൾ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഞാൻ എൻ്റെ അടുക്കളയിലെ ജോലികൾക്ക് പോവുള്ളൂ. കാരണം വേണമെങ്കിൽ നമുക്ക് രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ജോലികളൊക്കെ ചെയ്ത് തീർക്കാം. പക്ഷേ എനിക്ക് അത്രയും നേരത്തെ എഴുന്നേൽക്കാൻ മടി ചെയ്തുകൊണ്ട് ഞാൻ ഇവരെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് കുക്കിങ്ങിലോട്ട് പോകുള്ളൂ. അപ്പോൾ കുക്കിങ്ങിന് പോയാലും എനിക്ക് ഒരു ഇതുണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് എങ്ങനെ സ്പീഡിൽ ചെയ്ത് തീർത്താലും കഴിയുമെന്നൊരു കോൺഫിഡൻസ് ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പോകണുള്ളൂ. അപ്പോൾ എന്തായാലും രണ്ടാളും ഇരുന്ന് ഏതാണ്ടൊക്കെ ഹോംവർക്ക്സൊക്കെ ചെയ്ത് തുടങ്ങി. മഴയും ഏതാണ്ടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് വേഗം തന്നെ അടുക്കളയിലെ പണികളൊക്കെ ചെയ്ത് തീർക്കട്ടെ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കയ്യിൽ ഇതുപോലെ ഏപ്രൻ ഒരു 2-3 ടൈപ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണത് പല പല കളറിൽ മാറി മാറി നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വേറെ വെജിറ്റബിൾ കാര്യങ്ങളൊന്നും അരിയുന്നില്ല. കാരണം പയർ നമ്മൾ കടലും പയറൊക്കെ അതൊക്കെ മേടിച്ചത് വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നുമില്ല. ചില സമയത്ത് രാവിലെയൊക്കെ നമ്മൾ കഞ്ഞി കുടിക്കുമ്പോഴാണ് സാധാരണ ഉണ്ടാക്കൽ. ഇപ്പോൾ കഞ്ഞിയൊന്നും ഉണ്ടാക്കുന്നില്ല, പലഹാരം തന്നെയാണ് കുറേ ദിവസങ്ങളായിട്ട്. അപ്പോൾ ഇന്ന് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മീനൊക്കെ ഞാൻ ഓൾറെഡി തലേദിവസം തന്നെ നന്നാക്കിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്കിഷ്ടം. കാരണം തലേദിവസം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസത്തേക്ക് ഇപ്പോൾ സപ്പോസ് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് എനിക്ക് അടുത്ത ദിവസത്തെ കാര്യങ്ങളാകുമ്പോൾ എനിക്ക് കുറേ കൂടി ഈസി ആയിരിക്കും. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാം കൂടി ചെയ്ത് തീർക്കാൻ വെച്ചാൽ ചിലപ്പോൾ ആകെ ദേഷ്യം വരും. അതാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി വരുന്നു, കുട്ടികളുടെ ക്ലാസ് ഒക്കെ കൂടി ആകുമ്പോൾ ഇറിറ്റേഷൻ വരണില്ല, എങ്ങനെ ഇതൊക്കെ കൂടെ മാനേജ് ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും നല്ല ദേഷ്യം വരാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ. പ്രത്യേകിച്ച് ചിലപ്പോൾ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്ത് കഴിയാതാവുമ്പോൾ അവരുടെ ഓൺലൈൻ ക്ലാസ്സോ അവർ പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ എഴുന്നേറ്റ് പോരുമ്പോൾ ചിലപ്പോൾ ഒന്നും പഠിക്കില്ല, വെറുതെ കളിച്ചിരിക്കും. എനിക്ക് നല്ല ദേഷ്യം വരാറുണ്ട്. അങ്ങനെയൊക്കെ അവർ കാണിക്കാറുമുണ്ട്. കാരണം ക്ലാസ്സിലിരിക്കുന്ന പോലെയല്ല. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അവരാരും പ്രത്യേകിച്ചും അങ്ങനെ പഠിക്കുന്നത് നോക്കാനായിട്ടില്ലാത്തതുകൊണ്ട് കുറേ കഴിയുമ്പോഴേക്കും അവർക്ക് മടുപ്പ് വരുമ്പോൾ അവർ മടി പിടിക്കും, നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കാം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ക്ലാസ് കേൾക്കാതിരിക്കാം. അപ്പോൾ അതൊക്കെ വരുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരും. അപ്പോൾ ജോലിയുടെ ഇടയിൽ പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നല്ല ചീത്തയും കേൾക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും വീട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ ഇവിടെയും നടക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ചില സമയത്ത് ഞാൻ വിചാരിക്കും ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതായിരുന്നു ഇതിലും ഭേദമെന്ന് എനിക്ക് ചില നേരത്ത് തോന്നും. ചില നേരത്ത് എനിക്ക് തോന്നും ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ ഒരിക്കലും. എന്നാലും അമ്മമാരാകുമ്പോൾ ഒക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കും. അതാണ് അമ്മമാരെ മൈൻഡ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ആലോചിക്കുകയാണ്, അവളവിടെ വല്ലത് എഴുതുന്നുണ്ടോ, നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആക്കണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാലൊഴിച്ച മീൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് ഞാൻ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സവാള ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഇത്തിരി പച്ചമുളക്, 2 തക്കാളി, നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളിയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു തക്കാളിയാണ് ഉണ്ടാകുന്നത്. എന്നാലും എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം നമ്മൾ ഇസയും റോസും കൂടിയൊക്കെ അന്ന് ഒരു പാത്രത്തിൽ നമ്മൾ തക്കാളിയുടെ ഇത് മുളപ്പിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റി നമ്മൾ മുളപ്പിച്ചതാണ് കേട്ടോ. മീൻസ് തക്കാളിയുടെ അത് പിന്നെ വീട് വളർന്നൊക്കെ വന്നതാണ്. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ കാണിച്ചിരുന്നു വീഡിയോയിൽ, ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, ഫുള്ള് ഇങ്ങനെ നന്നായിട്ട് വളർന്ന് നിൽക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഞാനിനി മീനൊക്കെ ഓൾറെഡി മുളക് പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കിനി മസാല ഒന്ന് ചേർക്കണം കുറച്ചും കൂടി. അപ്പോൾ സവാളയും തക്കാളിയും ഇഞ്ചി കുറച്ച് ചതച്ചതും അതുപോലെ തന്നെ വേപ്പിലയും കൂടി ചേർത്ത് ഞാൻ ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വേണ്ട, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ നമ്മൾ മീൻ പുരട്ടിയൊന്നും വെച്ചിട്ടില്ലെങ്കിൽ ഒത്തിരി നേരം വെച്ച് കൊടുക്കാം നമുക്ക്. ഞാൻ വെക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ മീൻ മുളകൊക്കെ പുരട്ടി വെച്ചിരുന്നതുകൊണ്ട് ഞാനത് വെക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ നന്നായി മിക്സ് ചെയ്ത് ഞാനവിടെ വെക്കുകയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനും മറക്കരുത്. അപ്പോൾ അതൊക്കെ കൂടെ ചേർത്ത് മിക്സ് ചെയ്തു. ഇനി നമ്മളിത് വേവിക്കുന്നത് തേങ്ങയുടെ 2ാം പാല് ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ചിലവർക്ക് അറിയില്ല, ചിലർ ചോദിച്ചിരുന്നത് എന്താ തേങ്ങയുടെ 2ാം പാൽ എന്നൊക്കെ പറയണേന്ന്. ഒന്നുമില്ല, ഞാൻ ആദ്യം തന്നെ തേങ്ങ ഒരെണ്ണം ചിരണ്ടി എടുക്കും. തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കും. അരച്ചെടുത്തിട്ട് അത് നമ്മൾ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കൊരു കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടും. അത് നമ്മൾ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒന്നും കൂടി അരച്ചെടുത്തിട്ട് ആ ഇത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ 2ാം പാലാണ് ഇപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് കട്ടി കുറവാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി മീൻ വേവിച്ചെടുക്കുക.
ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ കട്ടി കൂടിയ ആദ്യം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൽ വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മീൻകറി വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റു രീതിയിൽ, അതായത് ചുമന്ന മീൻകറി ഉണ്ടല്ലോ, ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇത് രണ്ടാളും ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു. റോസുവിൻ്റെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഡ് എപ്പോഴും കഴിഞ്ഞിട്ടില്ല, എഴുതാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫോൺ നോക്കി എഴുതിയെടുക്കണം. അപ്പോൾ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത്, മുൻപൊന്നും ഞാൻ ഫോൺ കൊടുക്കാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ, തരില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ അവർക്ക് നല്ല സുഖമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോൺ അവരുടെ കയ്യിൽ തന്നെയാണല്ലോ ശരിക്കും പറഞ്ഞപ്പോൾ. അപ്പോൾ ഏതായാലും ദേ മീൻ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വേഗം വെന്തു. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കട്ടി കൂടിയ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്, നല്ല കട്ടിയുള്ള ഒന്നാം പാൽ. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. നമ്മൾ ചൂടായി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നതും നല്ല ടേസ്റ്റ് കറിക്ക് നല്ല സ്മെല്ല് കൊടുക്കുന്ന ഒരു കാര്യമാണ് ചുവന്നുള്ളി ചോപ്പ് ചെയ്തിട്ട് കാച്ചി ഒഴിക്കുന്നത്. അപ്പോൾ അതിനായി ചുവന്നുള്ളി ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കാൻ പോവാണ് റോസുവിൻ്റെ അടുത്ത്. അപ്പോൾ അവളവിടെ ക്ലാസ് കഴിഞ്ഞു എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചുവന്നുള്ളി എല്ലാം തന്നെ ചോപ്പ് ചെയ്ത് എടുത്തു. അപ്പോൾ കുറച്ചൊരു 5-8 ചുവന്നുള്ളി ചോപ്പ് ചെയ്തെടുക്കാം നമ്മളതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ അതൊക്കെ ചോപ്പ് ചെയ്ത് ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പയർ ഏതാണ്ട് വെന്തിട്ടുണ്ട്, ഈ രീതിയിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കാച്ചി എടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ തോരനാണ് എപ്പോഴും ഉണ്ടാക്കൽ കേട്ടോ. പക്ഷേ ഇത് ചിലവായ വണ്ടേന്ന് വെച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് പല ദിവസം കടലയും പയറും മുതിര ചെറുപയർ ഇതൊക്കെ മേടിച്ച് വെച്ചത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കിറ്റുകളൊക്കെ കിട്ടുമ്പോൾ കിട്ടിയിട്ടുള്ളതും ഒക്കെ കൂടെ ആയിട്ട് കുറേ ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ എടുക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ ഉണക്കപ്പയർ കാച്ചിയെടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചുവന്നുള്ളി ആദ്യം നന്നാക്കി എടുക്കുന്നുണ്ട്. കാരണം കറി കാച്ചാനും വേണം, അതുപോലെ മീൻ കറി കാച്ചാനും വേണം, പിന്നെ നമ്മുടെ പയർ കാച്ചാനായിട്ടും വേണം. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുക്കുകയാണ്, കുറച്ച് വേപ്പിലയും കൂടി ചതച്ചെടുക്കുകയാണ് നമ്മുടെ പയർ കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ രണ്ടും കൂടി ഒപ്പം ചെയ്യാൻ പോവാണ് കാച്ചൽ പരിപാടികളൊക്കെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേപ്പിലയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ കുഞ്ഞ കടായിൽ ഞാൻ നമ്മുടെ മീൻകറിക്കുള്ള ചുവന്നുള്ളി കാച്ചാനായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിൽ മുളക് പൊടി ചേർത്ത് കാച്ചിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ മീൻകറിക്കുള്ള ചുവന്നുള്ളി കാച്ചണയിൽ ഞാൻ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കളർ കൊടുക്കാൻ കറിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ അല്പം മഞ്ഞളും ഇത്തിരി മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഈ മുളക് പൊടി സാധാരണ ഇടാറുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം, ആ ഒരു സ്മെല്ലൊക്കെ. ലാസ്റ്റ് ഇതങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ കാച്ചി ഒഴിച്ചിട്ട് അതിങ്ങനെ കറിയിൽ കിട്ടുമ്പോൾ കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ എനിക്ക് ലാസ്റ്റ് ഇത് ചെയ്യുമ്പോൾ ഒരു ഫുഡ് വയ്ക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ, ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ മീൻകറി അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്, പാലൊഴിച്ചത്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ കറിയും കൂടി കാച്ചിയെടുക്കണം. അപ്പോൾ ഇവിടെ ചൂന്നുള്ളി മുരിഞ്ഞു ആകെ മറ്റേത് കറിയുടെ പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങിപ്പിക്കും. അപ്പോൾ എന്തായാലും അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് നമ്മുടെ ഇത് കാച്ചിയെടുക്കാം. അപ്പോൾ എന്തായാലും കറി പരിപാടിയൊക്കെ കഴിഞ്ഞു. ചോറ് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുറേ പാത്രങ്ങൾ കഴുകി വെച്ചിട്ട്, അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. ഞാൻ അവസാനം കഴുകുന്ന പാത്രങ്ങളാണ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ കുറേ പേര് ചോദിക്കാറ് ചിലപ്പോൾ ഇത്ര കുറച്ച് പാത്രമേ ഉള്ളൂ എന്ന്. അതെങ്ങനെ വരണേ, കുറേ പാത്രം വന്നുകൊണ്ടിരിക്കില്ലേ നമ്മൾ കുക്ക് ചെയ്യുന്നൊപ്പം തന്നെ. അപ്പോൾ എന്തായാലും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം തന്നെ ഞാൻ ആ സ്റ്റൗവൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ പിന്നെ വല്ലാതെ ഡീപ്പ് ക്ലീനൊന്നും ചെയ്യേണ്ട കാര്യം വരില്ല. എന്നാലും ചില സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ ആകുമ്പോഴൊക്കെ ചിലപ്പോൾ കൂടുതലായിട്ട് കഴുകി പിടിച്ചാൽ മാത്രമേ ഞാൻ ബേക്കിംഗ് സോഡയും പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാറുള്ളൂ. ഡെയിലി ഒന്നും അങ്ങനെ അത് ഉപയോഗിച്ച് ചെയ്യാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതേ അങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു. സ്ലാബൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കിച്ചൺ ഒന്ന് ഒതുക്കി എല്ലാ പണികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ ക്ലീനിങ് പരിപാടിയൊക്കെ അവസാനിച്ചു. അപ്പോൾ അവിടെ ഇസയും റോസും ഹോംവർക്കൊക്കെ കഴിഞ്ഞ് പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇരുന്ന് രണ്ടാളും കൂടി എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല, അവളുടെ പെപ്പാ പിഗിൻ്റെ ഒരു ബുക്ക് അവൾ ഉണ്ടാക്കുന്നത്, അതെന്തോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ. അതുപോലെ തന്നെ റോസ് ദേ ഇരുന്ന് ഇവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ കാര്യത്തിൽ. പെപ്പാ പിഗിൻ്റെ സ്റ്റോറി ബുക്ക് തന്നെയാണിത്, ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. ഇത് നല്ലൊരു ബുക്കാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇവർക്ക് ഈ കാർട്ടൂൺ കണ്ടുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഒരു കാർട്ടൂണിൽ പപ്പയുണ്ട്, മമ്മിയുണ്ട്, അപ്പാപ്പനുണ്ട്, അമ്മാമ്മയുണ്ട്, അതുപോലെ തന്നെ അവരെ പോലെ 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ സ്റ്റോറി പോലെ തന്നെയാണ് അത് കാണുമ്പോൾ അവർക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം ഇരുന്ന് ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ച് പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ 11:45. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ഇനി ഒരു മണി വരെ ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ബുക്കാണ് ഞാൻ വായിച്ച് അവസാനിക്കാറായി. ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്ന് പറഞ്ഞ ബുക്ക്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ബുക്ക് വായിച്ചു തുടങ്ങുമ്പോൾ ഞാനിതിങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തും. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വായിച്ച്
വായിച്ച് കഴിയുമ്പോൾ ഒരു ബോറടി പോലെ ഫീൽ ചെയ്യുമ്പോൾ ഞാൻ നിർത്തി ഒന്ന് മാറ്റി വായിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ബുക്ക് തന്നെ വീണ്ടും എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് എന്തൊരു ഫ്രഷ്നെസ് തോന്നും. കാരണം ഇതൊക്കെ കഥ ബുക്കുകൾ പോലത്തെ ബുക്കുകളല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ 1 മണിയായപ്പോൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് ഒക്ടോബർ മാസത്തെ ജേണലിൻ്റെ പ്രിപ്പറേഷൻ്റെ പണികൾക്കായിട്ടിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ സെപ്റ്റംബർ 27 ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒക്ടോബർ മാസത്തെ ജേണലിൻ്റെ. അപ്പോൾ അതിങ്ങനെ ഞാൻ പല സമയങ്ങളായിട്ടാണ് ജേണൽ കംപ്ലീറ്റ് ആക്കിയത്. കാരണം ഫുള്ള് ഇരുന്ന് എനിക്ക് ചെയ്യാനായിട്ട് കുറേ ടൈം വേണമായിരുന്നു. ഇത് 2.5 മണിക്കൂറൊക്കെ എടുത്തു. കാരണം പെൻസിൽ കൊണ്ട് ആദ്യം ഫുള്ള് വരച്ച് പിന്നെ അതുമ്പോൾ ഞാൻ ഡ്രോയിങ് ചെയ്ത് അത് വീഡിയോയും ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും കൂടിയും സമയം എടുക്കും. അപ്പോൾ ഒരു 2 മണിക്കൂറോളം ഇത് വരച്ചുണ്ടാക്കാൻ വേണമെങ്കിൽ എനിക്ക് 3 മണിക്കൂർ വേണം ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ജേണൽ ഉണ്ടാക്കാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റഡി പ്ലാനർ, കുട്ടികൾക്ക് പഠിക്കാനുള്ളതിൻ്റെ ഒരു പ്ലാനർ ബുക്കും ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ സമയം 3:45 ഞാൻ ചായ ഉണ്ടാക്കിയൊക്കെ വെച്ച് ഈസേനെ റൂസിനൊക്കെ വിളിച്ചു. അവർ ഒരാളുടെ ക്ലാസ്സും കഴിഞ്ഞു. പിന്നെ അവർ രണ്ടാളും കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുറത്ത് പോയി കുറച്ച് സമയം അവരും കളിക്കും. അതുപോലെ തന്നെ ഞാൻ കുറച്ച് നേരം നടക്കും. കുറേ പേരോട് ചോദിച്ചിരുന്നു ചേച്ചി വണ്ണം വെച്ചോന്ന്. ശരിയാണ്, ഞാൻ വണ്ണം വെച്ച് വരാണ്. എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. വീട്ടിലിരിപ്പായപ്പോഴാവാം ഈ പറഞ്ഞ പോലെ തന്നെ. കാര്യം വീട്ടിലെ കാര്യമാണ് ചെയ്യണല്ലോ, പുറത്തേക്കൊന്നും പോകണില്ല. അപ്പം നടക്കൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വരാണ്. നടക്കൽ പോരേ എന്ന് എനിക്ക് സംശയം ഇപ്പോൾ. കാരണം വണ്ണം കൂടി വരുന്നുണ്ട് ഈ പറഞ്ഞ. പിന്നെ കൂടിയാ പിടിച്ചാൽ കിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സിൽ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നോട് ഷെയർ ചെയ്യണം. എനിക്കറിയാം കിഡ്സ് റൂം മേക്ക് ഓവറും അതുപോലെ തന്നെ ഇസാഡയും റോസൂടെയും ഡേ ഇൻ മൈ ലൈഫും ആണ് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എന്നുള്ളത്. നമുക്കത് നോക്കാൻ വഴിയെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്കറിയാത്താണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയ ശേഷം അതിനെക്കുറിച്ച് വീഡിയോസൊക്കെ നമുക്ക് വഴിയെ ചെയ്യാം. കാരണം ഇപ്പൊ ബുള്ളറ്റ് ജേണൽ ഉണ്ടാക്കിയ ശേഷം കുറേ പേര് വേറെ ടൈപ്പ് കുറെ സംഗതികളൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ജേണൽ പോലെ തന്നെ ചെയ്യുന്നതൊക്കെ. പക്ഷെ ഞാനത് ഇതുവരെ അങ്ങനെയൊന്നും ട്രൈ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് അതൊക്കെ വഴിയെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.